ഹായ് സ്റ്റുഡൻസ്, ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിലെ മറ്റൊരു അധ്യായത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ പാർട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതൊക്കെ തരത്തിലുള്ള കോൺട്രാക്റ്റുകളാണ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം നിരോധിക്കപ്പെട്ടുള്ളത് എന്നതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ നിരോധിക്കപ്പെട്ടിരിക്കുന്ന കോൺട്രാക്റ്റുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള എക്സെപ്ഷൻസ് ഉണ്ടോ? അങ്ങനെ എക്സെപ്ഷൻസ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അത് എക്സെപ്ഷനായി മാറുന്നത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയും നമ്മൾ ഈ ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. ഈ ചാപ്റ്റർ അൺലോഫുൾ ആൻഡ് ഇല്ലീഗൽ എഗ്രിമെന്റിന്റെ ഒത്തായി കിടക്കുന്നതുമാണ്. അതിൻ്റെ ഒരു തുടർച്ച എന്നോണം ആണ് ഈ കോൺട്രാക്റ്റിന്റെ ഈ ചാപ്റ്റർ നിലനിൽക്കുന്നത്. ആദ്യമായി എവിടെയാണ് നിരോധിക്കപ്പെട്ട കരാറുകളെ പറ്റി സെക്ഷൻ 10 പറയുന്നത് എന്ന് നോക്കാം. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിലെല്ലാം പറയുന്നത് പോലെ സെക്ഷൻ 10 എന്ന് പറയുന്നത് കോൺട്രാക്റ്റിന്റെ ഡെഫിനിഷനാണ്. നമുക്കതിലേക്ക് പോകാം. All agreements are contract if they are made by the free consent of the parties competent to contract for a lawful consideration and with a lawful object and are not hereby expressly declared to be void. സെക്ഷൻ 10 പ്രകാരമുള്ള ഡെഫിനിഷൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നിട്ടുള്ളതാണ്. ഈ എക്സ്പ്ലനേഷനിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് എക്സ്പ്രസ്ലി ഡിക്ലെയർ ടു ബി വോയിഡ് എന്ന് പറയുന്ന ആ ഭാഗം വരുന്നത്. ആ ഭാഗത്തെ പറ്റിയാണ് ഇന്ന് ഈ എൻ്റയർ ക്ലാസ് ഇരിക്കുന്നത്. മറ്റു ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ സെക്ഷൻ 10 എന്ന് പറയുന്നത് സെക്ഷൻ 10 ഓരോ വേർഡ്സും ഓരോ സെൻറ്റൻസും അതിൻ്റേതായ അർത്ഥങ്ങളും അതിൻ്റേതായ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സെക്ഷൻ 10 ഉണ്ടാക്കിയിട്ടുള്ളത്. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ സെക്ഷൻ 2 മുതൽ സെക്ഷൻ 30 വരെ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ സെക്ഷൻ 10 എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ ഡെഫിനിഷൻ്റെ കൃത്യമായി പറഞ്ഞാൽ സെക്ഷൻ 25 മുതൽ 30 വരെയുള്ള പോർഷനാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം താഴെ പറയുന്ന എഗ്രിമെന്റുകളാണ് വോയിഡുകളായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആദ്യത്തേത് എഗ്രിമെന്റ് ഓഫ് വിച്ച് കൺസിഡറേഷൻ ഓർ ഒബ്ജക്റ്റ് ഈസ് അൺലോഫുൾ. എഗ്രിമെന്റ് ഓഫ് വിച്ച് കൺസിഡറേഷൻ ഓർ ഒബ്ജക്റ്റ് ഈസ് അൺലോഫുൾ എന്ന് പറയുന്ന എഗ്രിമെന്റുകളുടെ പ്രത്യേകതയും അങ്ങനെയുള്ള എഗ്രിമെന്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പ്രത്യേകമായി പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു റിപ്പീറ്റേഷൻ്റെ ആവശ്യകത ഈ ക്ലാസ്സിൽ ഇല്ല എനിക്ക് തോന്നി. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ വീഡിയോയും കൂടി കാണുക. അതുപോലെ തന്നെ എഗ്രിമെന്റ് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ, കൺസിഡറേഷനെ പറ്റിയും ഒരു പ്രത്യേകമായ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അതും ഇതുമായി ഒരു വ്യത്യാസവുമില്ലാത്തതാണ്. അതുകൊണ്ട് കൺസിഡറേഷനെ പറ്റിയും ആ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഈ വീഡിയോയിൽ പ്രധാനമായും നമ്മൾ നോക്കുന്നത് എഗ്രിമെന്റ് ഇൻ റെസ്ട്രെയിനിങ് മാരേജ്, എഗ്രിമെന്റ് ഇൻ റെസ്ട്രെയിനിങ് ട്രേഡ്, എഗ്രിമെന്റ് ഇൻ റെസ്ട്രെയിനിങ് ലീഗൽ പ്രൊസീഡിംഗ്, എഗ്രിമെന്റ് ഓഫ് അൺസർട്ടേൺ, എഗ്രിമെന്റ് ബൈ ദ വേ ഓഫ് വേജർ. ഈ എഗ്രിമെന്റുകളെ കുറിച്ചാണ് നമ്മൾ വളരെ വിപുലകരമായി അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നു. എഗ്രിമെന്റ് ഓഫ് വിച്ച് കൺസിഡറേഷൻ ഓർ ഒബ്ജക്റ്റ് ഈസ് അൺലോഫുൾ. ഇതിനെപ്പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ ഇത് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകതയെ ഓർത്താണ് ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആ പഴയ വീഡിയോയിൽ ഉണ്ടാവുന്നതാണ്.
എന്താണ് എഗ്രിമെന്റ് വിച്ച് കൺസിഡറേഷൻ ഓർ ഒബ്ജക്റ്റ് ഈസ് അൺലോഫുൾ? എങ്ങനെയുള്ള കൺസിഡറേഷൻസ് ആണ് അൺലോഫുൾ ആയി കാണപ്പെടുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അതിൽ ആദ്യത്തെ കണ്ടീഷൻ, ഇഫ് ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ. നിയമപരമായി നിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ കൺസിഡറേഷൻ വരികയാണെങ്കിൽ അതിനെ നമ്മൾ അൺലോഫുൾ കൺസിഡറേഷൻ ഓർ അൺലോഫുൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നതാണ്. അൺലോഫുൾ ഒബ്ജക്റ്റും അൺലോഫുൾ കൺസിഡറേഷൻ രണ്ടും രണ്ടാണ്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇഫ് ഇറ്റ് ഈസ് ഡിഫീറ്റ് എനി പ്രൊവിഷൻ ഓഫ് ലോ. ഏതെങ്കിലും നിയമത്തെ, അത് കോൺട്രാക്റ്റ് മാത്രമല്ല മറ്റേതെങ്കിലും നിയമത്തെ ചലഞ്ച് ചെയ്യുന്ന രീതിയിൽ ഉള്ള ഒരു കോൺട്രാക്റ്റ് ആണ് വരുന്നതെങ്കിൽ ആ കോൺട്രാക്റ്റ് വോയിഡായി പ്രഖ്യാപിക്കുന്നതാണ്. ഇഫ് ഇറ്റ് ഈസ് ഫ്രോഡുലന്റ്. ഫ്രോഡുലൻ്റായി ട്രാൻസാക്ഷൻ നടത്തുന്ന കോൺട്രാക്റ്റുകളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അതും കൺസിഡറേഷൻ ഒബ്ജക്റ്റ് ഫ്രോഡുലൻ്റ് ആണെങ്കിൽ അതും ഇൻവാലിഡ് ആണ്. ഇഫ് ഇറ്റ് ഇൻവോൾവ്സ് ഇംപ്ലൈസ് ഇഞ്ചുറി ടു എ പേഴ്സൺ ആൻഡ് പ്രോപ്പർട്ടി. ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിക്കോ ഇഞ്ചുറി വരുത്തുന്ന ഏതൊരു കൺസിഡറേഷനും ഏതൊരു ഒബ്ജക്റ്റും അൺലോഫുൾ ആണ്. ഇഫ് ദ കോർട്ട് റിഗാർഡ് ആസ് ഇമ്മോറൽ ആൻഡ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി. ഒരു കോടതി പറയുകയാണ് ഇമ്മോറൽ ആണ്, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ഇമ്മോറൽ ആണ്, അല്ലെങ്കിൽ അത് സമൂഹത്തിനെതിരെ പോകുന്നതാണ് എന്ന് പറഞ്ഞാലും ആ പറയുന്ന ആ ക്ലോസിൽ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഒബ്ജക്റ്റോ കൺസിഡറേഷനോ അൺലോഫുള്ളായി പ്രഖ്യാപിക്കപ്പെടും. അങ്ങനെ അൺലോഫുള്ളായി പ്രഖ്യാപിക്കപ്പെടുന്ന കോൺട്രാക്റ്റുകൾ ഓർ എഗ്രിമെൻറ്റുകൾ, കോൺട്രാക്റ്റുകളല്ല എഗ്രിമെൻറ്റുകൾ വോയിഡായി പോകുന്നതാണ്. അടുത്തതായി എഗ്രിമെൻറ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ. എഗ്രിമെൻറ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു എഗ്രിമെൻറ്റോ കോൺട്രാക്റ്റോ ആവുന്നില്ല. പക്ഷേ അതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ഈ എക്സെപ്ഷനെ പറ്റിയും ഞാനൊരു വീഡിയോ ഉണ്ടാക്കിയിരുന്നു. അത് ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയ ഒരു ക്ലാസ്സാണ്, നിങ്ങളത് കാണുക. എന്നിരുന്നാലും ഈ ക്ലാസ്സിൻ്റെ പൂർത്തീകരണത്തിന്, ഈ സെക്ഷൻ്റെ പൂർത്തീകരണത്തിന് ഒന്നുകൂടി നമുക്കതൊന്ന് റെഫർ ചെയ്യാം. എഗ്രിമെൻറ്റ് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് വോയിഡ് എക്സെപ്റ്റ് എഗ്രിമെൻറ്റ് മെയ്ഡ് ബൈ ലവ് ആൻഡ് അഫെക്ഷൻ. സ്നേഹത്തിൻ്റെ പേരിലും പരിചരണത്തിൻ്റെ പേരിലും ഉണ്ടാക്കുന്ന എഗ്രിമെൻറ്റുകൾക്ക് കൺസിഡറേഷൻ ആവശ്യമില്ല. അങ്ങനെയുള്ള എഗ്രിമെൻറ്റുകൾ നിയമപരമായി പ്രാബല്യത്തിലുള്ളതാണെന്നാണ് സെക്ഷൻ 25 ക്ലോസ് 1 പറയുന്നത്. പ്രോമിസ് ടു കോമ്പൻസേറ്റ്. ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ കോമ്പൻസേഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ കൊടുക്കാമെന്നുള്ള വാക്ക്, അതിനും കൺസിഡറേഷൻ്റെ ആവശ്യകതയില്ല. അങ്ങനെയുള്ള എഗ്രിമെൻറ്റുകൾ വാലിഡ് ആണ് എന്നാണ് സെക്ഷൻ 25 ക്ലോസ് 2 പറയപ്പെടുന്നത്. പ്രോമിസ് ടു പേ ടൈം ബാരിഡ് ഡെപ്റ്റ്. ടൈം ബാരിഡ് ഡെപ്റ്റ്, ബാരിഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിയമപരമായിട്ട് വാങ്ങാൻ സാധിക്കാത്ത, നമ്മുടെ നിയമത്തിൽ ലിമിറ്റേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. ആ ആക്ടിലൂടെ ഇത്ര സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഓരോ കേസും സ്യൂട്ടും ഈവൻ കടവും എല്ലാം ടൈം ബാരിഡായി പോവുകയാണ്. സാധാരണഗതിയിൽ 12 വർഷമോ 30 വർഷത്തിനുള്ളിൽ ഏതൊരു കടം തിരിച്ചു വാങ്ങിക്കണം എന്നുള്ളതാണ് ലിമിറ്റേഷൻ ആക്ട് പ്രകാരം പറയപ്പെടുന്നു. അങ്ങനെ ടൈം ബാരിഡായ ഡെപ്റ്റിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ അങ്ങനെ ടൈം ബാരിഡായ ഡെപ്റ്റ് കഴിഞ്ഞും ആ പറയുന്ന കടം തിരിച്ചു നൽകാമെന്ന് എഴുതി തരുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിനെയും വാലിഡായ ഒരു എഗ്രിമെൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കും. അതാണ് സെക്ഷൻ 25 ക്ലോസ് 3 പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കംപ്ലീറ്റഡ് ഗിഫ്റ്റ്. സെക്ഷൻ 25 അത് കൃത്യമായി പറയുന്നത്. സെക്ഷൻ 25 പറയുന്നത് ലവ് ആൻഡ് അഫെക്ഷനെ പറ്റിയാണ്. അതോട് ബന്ധപ്പെട്ട് തന്നെയാണ് കംപ്ലീറ്റഡ് ഗിഫ്റ്റ്. നമ്മളൊരു ഗിഫ്റ്റ് ഒരാൾക്ക് കൊടുക്കുമ്പോൾ ആ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്രപ്പോസൽ, ആക്സെപ്റ്റൻസ്, കൺസിഡറേഷൻസ് ഒന്നും നമ്മൾ നോക്കാറില്ല. ഗിഫ്റ്റുകൾ എപ്പോഴും നമ്മളൊരു സർപ്രൈസ് എന്നുള്ള രീതിയിലാണ് കൊടുക്കാറ്. അത് കൊടുക്കുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അവരുടെ ലവ് ആൻഡ് അഫെക്ഷനാണ്, അവരുടെ സ്നേഹവും അവരുടെ പരിചരണവുമാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു കൺസിഡറേഷൻ്റെ ആവശ്യകതയില്ല. അതാണ് സെക്ഷൻ 25 പ്രകാരം പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോൺട്രാക്ട് ഓഫ് എൻ ഏജൻസി. സെക്ഷൻ 185 പ്രകാരമാണ് കോൺട്രാക്ട് ഓഫ് എൻ ഏജൻസിയുടെ കാര്യങ്ങളെപ്പറ്റി പറയുന്നത്. അത് കുറച്ചുകൂടി വൈഡായ ഒരു ചാപ്റ്ററും കൂടിയാണ്. അതോടൊപ്പം തന്നെ ഇച്ചിരി
കുറച്ച് മാറിയാണ് അതൊരു പെർട്ടിക്കുലർ സെക്ഷനായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് 185ലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് എഗ്രിമെന്റ് വിത്തൗട്ട് കൺസിഡറേഷനിൽ വാലിഡ് ആയ എഗ്രിമെന്റ്സ് എന്ന് പറയുന്നു. ഇനി ഈ ക്ലാസ്സിലെ പ്രധാനപ്പെട്ട ഭാഗം എഗ്രിമെന്റ് റെസ്റ്റെയിനിങ് മാരേജ്. സെക്ഷൻ 26 പ്രകാരമാണ് എഗ്രിമെന്റ് റെസ്റ്റെയിനിങ് മാരേജ് ഈസ് വോയിഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ്: എൻ എഗ്രിമെന്റ് റെസ്റ്റെയിനിങ് മാരേജ് ഓഫ് എനി പേഴ്സൺ അതർ ദാൻ മൈനർ ഈസ് വോയിഡ്. വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്. അതോടൊപ്പം തന്നെ വളരെ കൺഫ്യൂസ്ഡ് ആയ ഒരു ഭാഗം കൂടിയാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം. എഗ്രിമെന്റ് ഇൻ റെസ്റ്റെയിനിങ് മാരേജ് ഓഫ് എനി അതർ പേഴ്സൺ ദാൻ മൈനർ ഈസ് വോയിഡ്. ഇതിൻ്റെ മലയാള അർത്ഥം, ഏതെങ്കിലും വ്യക്തിക്ക് വിവാഹം നടക്കുകയില്ല, അല്ലെങ്കിൽ വിവാഹം നടത്തി തരികയില്ല, അല്ലെങ്കിൽ വിവാഹം നടക്കരുത് എന്ന് പറഞ്ഞു വാങ്ങുന്ന എഗ്രിമെന്റുകളെല്ലാം വോയിഡ് ആണ്. എന്നാൽ അതിലൊരു എക്സെപ്ഷൻ ഉണ്ട്, മൈനറായ, പക്ഷെ അതൊരു എക്സെപ്ഷൻ അല്ല, അതൊരു എക്സെപ്ഷനായിട്ട് കൂട്ടുകയില്ല. കാരണം മൈനർ എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ട് കൂടുന്നതിന് ഇൻകോമ്പിറ്റൻസി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മൈനറിന് കോൺട്രാക്ട് ആവാം എന്നുള്ളതല്ല. മൈനറിന് ഓൾറെഡി ഇൻകോമ്പിറ്റൻസി ഉള്ളത് കൊണ്ട് അതൊരു കോൺട്രാക്റ്റായി പ്രഖ്യാപിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെ അത് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, റെസ്റ്റെയിനിങ് മാരേജിനെ പറ്റി ഉണ്ടാക്കുന്ന ഒരു കോൺട്രാക്റ്റും, അത് മൈനർ ആയിക്കോട്ടെ മെജോറിറ്റി പേഴ്സൺ ആയിക്കോട്ടെ, വോയിഡ് ആണ്. നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കാം. എ മെയ്ഡ് എൻ എഗ്രിമെന്റ് വിത്ത് ബി ദാറ്റ് ബി വിൽ നോട്ട് മാരി വിത്ത് എനി വൺ ഇൻ ഹിസ് ലൈഫ് ടൈം. എ എന്ന് പറയുന്ന വ്യക്തി ബിയുമായി ഒരു കരാറ് കൂടുന്നു. ബി എന്ന് പറയുന്ന വ്യക്തി അവൻ്റെ ജീവിതകാലത്ത് ഒരു സമയത്തും ഒരു വിവാഹം കഴിക്കുകയില്ല എന്ന് പറഞ്ഞാണ് എഗ്രിമെന്റ്. അങ്ങനെയുള്ള എഗ്രിമെന്റ് വോയിഡ് ആണ്. അതേസമയം ഈ ബി എന്ന് പറയുന്ന ഒരു മൈനർ ആണെങ്കിൽ ഈ എഗ്രിമെന്റ് അപ്പോഴും വോയിഡ് ആണ്. കാരണം മൈനേഴ്സ് എഗ്രിമെന്റ്സ് ആർ വോയിഡ് ഇൻ ആബിനേഷ്യ ഇറ്റ്സെൽഫ് എന്നുള്ള തിയറിയാണ് ഇവിടെ വരുന്നത്. മൈനറുമായി കൂടുന്ന എഗ്രിമെന്റുകൾ നിയമപ്രാബല്യമില്ല എന്ന് പറയുന്ന തിയറിയിലൂടെ അത് വോയിഡായി മാറുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, എക്സെപ്റ്റ് മൈനർ മീൻസ് ഹി ഈസ് നോട്ട് ആൻ എക്സെപ്ഷൻ ടു ദ ലോ ബട്ട് ഈസ് കോമ്പിറ്റന്റ് ടു ദ മേക്ക് കോൺട്രാക്ട്. അങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്. മൈനർ എന്ന് പറയുന്ന വ്യക്തി കോൺട്രാക്ട് കൂടുന്നതിനുള്ള കോമ്പിറ്റന്റ് ആയതുകൊണ്ടാണ് ഇതിനെ അതർ ദാൻ മൈനർ എന്ന് പറയാൻ കാരണം. മൈനറിൽ ഓൾറെഡി കോൺട്രാക്ട് കൂടാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അത് എടുത്തു പറയണ്ട എന്നുള്ള രീതിയിലാണ് ഈ നിയമം ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അടുത്തതായി എഗ്രിമെന്റ് റെസ്റ്റെയിനിങ് ട്രേഡ്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ സെക്ഷൻ 27 പ്രകാരമാണ് ഇങ്ങനൊരു ഡിക്ലയർഡ് വോയിഡ് എഗ്രിമെന്റ് ഉള്ളത്. ഈ എഗ്രിമെന്റ് പ്രകാരം ലോഫുള്ളായ പ്രൊഫഷനോ ലോഫുള്ളായ ബിസിനസ്സോ ലോഫുള്ളായ ട്രേഡോ നിരോധിക്കുന്ന ഏതൊരു കരാറും വോയിഡ് ആണ്. എവരി എഗ്രിമെന്റ് ബൈ വിച്ച് എനി വൺ ഈസ് റെസ്റ്റെയിനിങ് ഫ്രം എക്സൈസിങ് എ ലോഫുൾ പ്രൊഫഷൻ, ട്രേഡ്, ബിസിനസ് ഓഫ് എനി കൈൻഡ് ഈസ് ടു ദാറ്റ് എക്സ്റ്റെന്റ് വോയിഡ്. ഇവിടെ ഈസ് ടു ദാറ്റ് എക്സ്റ്റെന്റ് വോയിഡ് എന്ന് പറയുന്നതിന് ഒരു പെർട്ടിക്കുലർ മീനിങ് ഉണ്ട്. ആ മീനിങ് ടു ദാറ്റ് എക്സ്റ്റെന്റ് എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു എക്സെപ്ഷൻ ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി വോയിഡ് എന്ന് പറയാൻ സാധിക്കുകയില്ല. ഓക്കെ, ഈ നിയമം എന്തുകൊണ്ട് ഇങ്ങനെ വോയിഡായി പോയി എന്നുള്ളതിന് ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഒരു സിറ്റിസന് ഫ്രീഡം ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ചെയ്യാനുള്ള, ഇന്ത്യയിൽ ഒട്ടാകെ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആൻഡ് പ്രൊഫഷണൽ പോകാനുള്ള അധികാരാവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്
കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു നിയമത്തിൽ നിന്നാണ് ഫ്രീഡം ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആൻഡ് പ്രൊഫഷൻ എന്നുള്ള ആ നിയമം കോൺസ്റ്റിറ്റ്യൂഷനിൽ വരാൻ ഇടയായ ഒരു സാഹചര്യം വന്നിട്ടുള്ളത്. അങ്ങനെയാണ് നമുക്കിത് മനസ്സിലാക്കേണ്ടത്. ഇനി ഈസ് ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് വോയിഡ് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു, അതിനൊരു പെർട്ടിക്കുലർ മീനിങ് ഉണ്ട്. അതിനെ എക്സെപ്ഷൻ കാറ്റഗറിയിലേക്കാണ് പോകുന്നു. ഒരു ട്രേഡോ പ്രൊഫഷനോ ബിസിനസ്സോ ലോഫുള്ളായ ബിസിനസ്സോ റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തടയാനായിട്ട് ഒരു എക്സ്റ്റെൻറ്റ് വരെ ഇസ് ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് ഈസ് വോയിഡ് എന്ന് പറയാൻ എത്രമാത്രം അത് ചെയ്യുന്നു അത്രമാത്രം വോയിഡ് ആയിരിക്കും എന്നാണ് അതിൽ പറയുന്നത്. പക്ഷേ ഇതിനൊരു എക്സെപ്ഷൻ ഉള്ളത് സെയിൽ ഓഫ് ഗുഡ് വിൽ എന്ന് പറയുന്നത് സൽപ്പേര്. ഒരു ബിസിനസ്സിൻ്റെ സൽപ്പേര് വിൽക്കാനും ആ സൽപ്പേര് മറ്റൊരാൾ ഉപയോഗിക്കാതിരിക്കാനും നിയമം അനുവദിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സാധാരണ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻസ് സാധാരണ ഒരു കമ്പനിയുടെ, ഫോർ എക്സാമ്പിൾ നൈക്കിൻ്റെയോ അല്ലെങ്കിൽ ആമസോണിൻ്റെയോ ലോഗോയുടെ മുകളിൽ R എന്ന് കാണിക്കുന്ന ഒരു വട്ടത്തിലുള്ള ഒരു ചിഹ്നം കാണാം. അതിൻ്റെ അർത്ഥം ഇതാണ്: ആമസോൺ ഓർ നൈക്ക് എന്ന് പറയുന്നത് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സിമ്പലാണ്. ആ സിമ്പല് മറ്റൊരാൾക്ക് ഉപയോഗിക്കാനുള്ള അധികാര അവകാശങ്ങളില്ല. അങ്ങനെ ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ ആ പറയുന്ന വ്യക്തിയിൽ നിന്ന് കോമ്പൻസേഷൻ ഈടാനുള്ള അധികാര അവകാശങ്ങളുണ്ട്. അത് മറ്റൊരു ആക്റ്റാണ്, IPR, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൻ്റെ കീഴിൽ വരുന്ന ട്രേഡ് മാർക്ക് എന്ന് പറയുന്ന സെക്ഷനിൽ വന്നു പോകുന്ന കാര്യങ്ങളാണ്. അടുത്തതായി പാർട്ട്ണർ എഗ്രിമെൻറ്റ്. ഒരു ബിസിനസ് പാർട്ട്ണർ അതേ ബിസിനസ് ചെയ്യാനായിട്ട് ആ ലൊക്കാലിറ്റിയിലല്ലാതെ മറ്റൊരു സ്ഥലത്ത് ചെയ്യാനായിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ലൊക്കാലിറ്റിയിൽ ചെയ്യരുത് എന്നുള്ള ഒരു എഗ്രിമെൻറ്റ് വെക്കാവുന്നതാണ്. എന്നാൽ ആ എഗ്രിമെൻറ്റ് മറ്റൊരു പ്രദേശത്ത് വെക്കാൻ പാടുള്ളതല്ല. ട്രേഡ് കോമ്പിനേഷൻസ്, നെഗറ്റീവ് സ്റ്റിപ്പുലേഷൻസ് ഇൻ സർവീസ് എഗ്രിമെൻറ്റ്സ്. ട്രേഡ് കോമ്പിനേഷൻ്റെ അകത്ത് പറയുന്നത് ഒരേ ടൈപ്പ് പ്രോഡക്ട്സ് ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ഫ്രാഞ്ചൈസ് അല്ലാതെ മറ്റൊരു തരത്തിൽ വിൽക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു നിയമത്തിലോട്ടാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഓർ നെഗറ്റീവ് സ്റ്റിപ്പുലേഷൻസ് ഇൻ സർവീസ് എഗ്രിമെൻറ്റ്. ടാർണിഷിങ്, ഒരു കമ്പനിയെ ടാർണിഷ് ചെയ്തുകൊണ്ട് അവരുടെ പ്രോഡക്ട്സ്, മറ്റൊരാളുടെ പ്രോഡക്ട്സ്, കോമ്പറ്റേറ്റേഴ്സിൻ്റെ പ്രോഡക്ട്സ് പൊന്തിക്കുക എന്നുള്ള, അല്ലെങ്കിൽ അവർക്ക് പ്രൊമോഷൻ കൂടുക എന്നുള്ള ആ കാര്യങ്ങളിൽ ചെയ്യാൻ പാടില്ല എന്നുള്ള നിബന്ധനകൾക്കും നമുക്ക് വേണമെങ്കിൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കാം. ഇതിലെ പല കാര്യങ്ങളും മോഡേൺ ഇറയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അതിൽ IPRൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു മോഡേൺ എഗ്രിമെൻറ്റ്സിൻ്റെ പേരുകൾ വരാത്തത്. ഇതെല്ലാം ആ കാലഘട്ടത്തിൽ 1800 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ആക്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിനിങ് ലീഗൽ പ്രൊസീഡിങ്സ്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ സെക്ഷൻ 28 പ്രകാരമാണ് ഇത് സ്പെസിഫൈ ചെയ്യുന്നത്. ഒരു ലീഗൽ പ്രൊസീഡിംഗ് തടയാനുള്ള ഒരു എഗ്രിമെൻറ്റ് വോയിഡാണ്. പക്ഷേ ഇതിനും 3 എക്സെപ്ഷൻസ് ഉണ്ട്. എക്സെപ്ഷൻ നമ്പർ 1, ആ പറയുന്ന എഗ്രിമെൻറ്റിൽ ആർബിട്രേഷൻ മീഡിയേഷൻ ക്ലോസുകൾ ഉണ്ടെങ്കിൽ ഒരു കോടതിപരമായ ലീഗൽ പ്രൊസീഡിംഗ് പോകുന്നതിനേക്കാളും മുമ്പ് തന്നെ ആർബിട്രേഷനിലേക്ക് റഫർ ചെയ്യപ്പെടണമെന്നാണ് ആർബിട്രേഷൻ ആക്റ്റിൽ പറയുന്നത്. അതിനനുസൃതമായി ആർബിട്രേഷൻ ക്ലോസ് പ്രകാരം ആർബിട്രേഷനിലോട്ട് അത് കോടതി തിരിച്ചുവിടുന്നതാണ്. രണ്ടാമത്തെ എക്സെപ്ഷൻ എന്ന് പറയുന്നത് ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഹാവ് ഓൾറെഡി അറൈസൺ. അതായത് ഒരു ഡിസ്പ്യൂട്ടിന് മുകളിൽ ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ വീണ്ടും ഇഷ്യൂ ആയി വരിക, അല്ലെങ്കിൽ ഏതെങ്കിലും തർക്കങ്ങൾ സംഭവിച്ചിരിക്കുന്ന
സാധാരണ കോടതിയിൽ തർക്കങ്ങൾ സംഭവിച്ചിരിക്കുന്ന ഒരു കേസിന്റെ മുകളിൽ വീണ്ടും ഒരു കേസ് വരുത്തുക താൻ പാടില്ല എന്നുള്ള ഒരു എഗ്രിമെന്റ് വോയിഡ് അല്ല, വാലിഡ് ആണ്. മൂന്നാമത്തെ എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഗ്യാരണ്ടി എഗ്രിമെന്റ്സ് ഓഫ് ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒന്നാമത്തെ എക്സെപ്ഷനുമായി ഇതിനൊരു ചെറിയ ബന്ധമുണ്ട്. സാധാരണ ബാങ്ക് ലോൺ എഗ്രിമെന്റ്സിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ എഗ്രിമെന്റ്സിലും ആർബിട്രേഷൻ ക്ലോസ് സാധാരണയായി കാണാറുണ്ട്. അങ്ങനെയുള്ള ആർബിട്രേഷൻ ക്ലോസ് വരുമ്പോൾ സാധാരണഗതിയിൽ കോടതിയിൽ പോകുന്നതിനേക്കാൾ മുമ്പ് ആർബിട്രേഷൻ സെന്ററിലോട്ടോ മീഡിയേഷൻ സെന്ററിലോട്ടോ പോവാറാണ് പതിവ്. ഇങ്ങനെ 3 എക്സെപ്ഷൻസ് ആണ് എഗ്രിമെന്റ് ഇൻ റെസ്ട്രെയിനിങ് ലീഗൽ പ്രൊസീഡിങ്സിൽ വരാറുള്ളത്. എഗ്രിമെന്റ് ഓഫ് അൺസർട്ടൻ. ഈ ക്ലോസ് വായിക്കുന്നത് പോലെ തന്നെയാണ് ഈ ക്ലോസിന്റെ അർത്ഥവും. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ സെക്ഷൻ 29 പ്രകാരമാണ് ഇത് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഇത് മനസ്സിലാവാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. എ അഗ്രി ടു സെൽ ബി 100 tons ഓഫ് ഓയിൽ. എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിക്ക് 100 ടൺ ഓയിൽ കൊടുക്കാമെന്ന് എഗ്രി ചെയ്യുന്നു. പക്ഷെ അത് എന്ത് ടൈപ്പ് ഓയിലാണ് എന്നുള്ളത്, കെറോസിൻ ആണോ പെട്രോൾ ആണോ അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓയിലാണ് എന്നുള്ള കാര്യം സ്പെസിഫൈ ചെയ്യുന്നില്ല. അങ്ങനെ സ്പെസിഫിക്കേഷൻ ചെയ്യാത്ത എഗ്രിമെന്റുകൾ വോയിഡ് ആണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അടുത്തതായി എഗ്രിമെന്റ് ബൈ വേ ഓഫ് വേജർ. വേജർ എന്ന് പറയുന്നത് ഗാംബ്ലിംഗ്, ബെറ്റിംഗ്, വാതുവെപ്പ് എന്നുള്ളതാണ്. ഇന്ത്യയിലൊട്ടാകെ ഇപ്പോഴും നിലവിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. വാതുവെപ്പിലൂടെയും ബെറ്റിങ്ങിലൂടെയും ഗാംബ്ലിങ്ങിലൂടെയും ഉണ്ടാക്കുന്ന എല്ലാ കരാറുകളും നിയമപരമായ പ്രാബല്യത്തിൽ വരാത്തതാണ്. കാരണം നിയമപരമായിട്ട് വാതുവെപ്പ് റെക്കഗ്നൈസ്ഡ് അല്ലാത്തതുകൊണ്ട്. എന്നാൽ ഇതിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് ചോദിക്കാൻ ഇടയുള്ള ഒരു എക്സെപ്ഷനാണ് ഹോഴ്സ് റേസിംഗ്. ഹോഴ്സ് റേസിന് എക്സെപ്ഷൻ വന്നിട്ടുണ്ട്. അതിന് സബ്സ്ക്രിപ്ഷൻ എമൗണ്ടിലോട്ടോ കോൺട്രിബ്യൂഷനിലോട്ടോ അല്ലെങ്കിൽ ആ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ചെയ്യാമെന്നോ കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്നുള്ള എഗ്രിമെന്റ് വാലിഡ് ആണ്. അങ്ങനെയുള്ള എഗ്രിമെന്റുകൾ സെക്ഷൻ 294A ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് അഫക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എഗ്രിമെന്റുകൾ വാലിഡായി പ്രഖ്യാപിക്കാവുന്നതാണ്. മറ്റൊരു എക്സെപ്ഷൻ ഉള്ളത്, അത് കോൺട്രാക്ട് ആക്ടിൽ കാണാറില്ല. ലോട്ടറി, ഗവൺമെന്റ് ഇറക്കുന്ന ലോട്ടറി, ഗവൺമെന്റ് സാങ്ഷൻ ചെയ്തിരിക്കുന്ന ഗാംബ്ലിംഗ് വാലിഡ് ആണ്. ഇവിടെ നമ്മുടെ കേസിൽ നമ്മുടെ നാട്ടിലൊക്കെ ഗവൺമെന്റ് ഇറക്കുന്ന ലോട്ടറികളെല്ലാം ഗാംബ്ലിംഗ് ആണ്. എന്നിരുന്നാലും അതൊരു വാലിഡ് എഗ്രിമെന്റായി പ്രഖ്യാപിക്കുന്നതാണ്. ഇത്രയുമാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം വോയിഡായി പെട്ടിരിക്കുന്നതും എന്നാൽ എക്സെപ്ഷൻസുമായ എഗ്രിമെന്റ്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. ഹാവ് എ ഗുഡ് ഡേ.